കൂട്ടരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ നമ്മൾ ഈ ബോളിംഗ് ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് കുറേ മെത്തേഡുകളുണ്ട്. ഒന്ന് നമുക്ക് ഇത് സ്റ്റെപ്പ് എഴുതി ചെയ്യാം, പിന്നെ നമുക്ക് ഇത് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം, പിന്നെ അലിഗേഷൻ ഇട്ട് ചെയ്യാം, പിന്നെ ലാസ്റ്റ് നമുക്ക് റേഷ്യോൻ്റെ അകത്ത് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡുണ്ട്, അത് വെച്ചും ചെയ്യാൻ പറ്റും. അപ്പോൾ റേഷ്യോ നമ്മളിതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ മെത്തേഡ് റേഷ്യോ പഠിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്രിക്കറ്റർ ഗീവ്സ് 12.4 റൺസ് പെർ വിക്കറ്റ്. ഈ ക്വസ്റ്റ്യൻ നമ്മളിതിനു മുമ്പ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ മെത്തേഡുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒരു ക്രിക്കറ്ററിന് 12.4 റൺസ് പെർ വിക്കറ്റ് ഉണ്ട്. അതായത് പുള്ളിയുടെ ബോളിംഗ് ആവറേജ് എന്ന് പറയുന്നത് 12.4 റൺസ് പെർ വിക്കറ്റ്. ഹി ഗിവ്സ് 26 റൺസ് ആൻഡ് ടേക്സ് 5 വിക്കറ്റ് ഇൻ എ മാച്ച് ആഫ്റ്റർ വിച്ച് ഹിസ് ആവറേജ് ബിക്കംസ് 12 പെർ വിക്കറ്റ്. അതായത് പുള്ളി ഒരു കളിയിൽ 26 റണ്ണ് കൊടുത്ത് 5 വിക്കറ്റ് എടുത്തു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ആവറേജ് കുറഞ്ഞ 12% ആയി. 12 പെർ വിക്കറ്റായി. അത് ആദ്യം 12.4 ആയിരുന്നു, ഇപ്പോൾ 12 ആയി. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ബോളിംഗ് ആവറേജ് കുറയുമ്പോഴാണ് അയാൾ ഇമ്പ്രൂവ് ആവുന്നതായിരുന്നു. ഇനി ഹൗ മെനി വിക്കറ്റ്സ് ഹാഡ് ബീൻ ടേക്കൺ ടിൽ ദ ലാസ്റ്റ് മാച്ച്. അപ്പം ലാസ്റ്റ് കളി വരെ പുള്ളി എത്ര വിക്കറ്റ് എടുത്തെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കുക, ഇത് നമുക്ക് അത് സ്റ്റെപ്പ് എഴുതി ചെയ്യാം. പുള്ളിയുടെ ആദ്യത്തെ ബോളിംഗ് ആവറേജ് എത്രയെന്ന് തന്നിട്ടുണ്ട്. ഈ ബോളിംഗ് ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത റൺസ് ബൈ നമ്മളെടുത്ത വിക്കറ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം. അപ്പോൾ ആദ്യത്തെ പുള്ളിയുടെ ബോളിംഗ് ആവറേജ് തന്നിട്ട് 12.4. അപ്പോൾ പുള്ളി ഇതുവരെ കളിച്ച കളിയിൽ പുള്ളി കൊടുത്ത റൺസും പുള്ളി എടുത്ത വിക്കറ്റും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആ 12.4 കിട്ടുന്നത്. ഇനി ഇപ്പോൾ ലാസ്റ്റ് പുള്ളി ഒരു കളി കൂടെ കളിച്ചു, അതിൻ്റെ അകത്ത് പുള്ളി 26 റൺസ് കൊടുത്തിട്ട് 5 വിക്കറ്റ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഈ റൺസിൻ്റെ ഒപ്പം ഒരു 26 റൺസും കൂടെ കൊടുത്തു, വിക്കറ്റിൻ്റെ ഒപ്പം ഒരു 5 റൺസും കൂടെ എടുത്തു. 5 വിക്കറ്റും കൂടെ എടുത്തു. അപ്പോൾ പുള്ളിയുടെ ആവറേജ് എത്രയായി? 12 ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി വിക്കറ്റ്സ് ഹാഡ് ബീൻ ടേക്കൺ ടിൽ ദ ലാസ്റ്റ് മാച്ച്. ലാസ്റ്റത്തെ കളിക്ക് മുമ്പ് വരെ എത്ര വിക്കറ്റ് എടുത്തെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് ഈ W നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും? ഈ W എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും, എന്നിട്ട് R ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷനിൽ W അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ R = 12.4W എന്ന് വരും. ഇവിടെ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ R + 26 = 12W + 60. ഈ 26 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 20 പോയി കഴിഞ്ഞാൽ 60 20 കഴിഞ്ഞാൽ 40, 40 6 പോയി കഴിഞ്ഞാൽ 34. അപ്പോൾ 12W + 34 കിട്ടും. ഇവിടെ R = 12.5W, ഇവിടെ R = 12W + 34. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 12.4W = 12W + 34 എന്ന് വരും. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 0.4W = 34 എന്ന് വരും. അപ്പോൾ W കിട്ടാനായിട്ട് ഇത് ഡിവൈഡ് ബൈ 0.4 ചെയ്യുക. 0.4 എന്ന് പറഞ്ഞാൽ 4/10. 4 10, 4 വിട്ട് കഴിഞ്ഞാൽ 4 8 32, പിന്നെ 2 5 85 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? A2 - A1 × W1 = A2W - R. ഇവിടെ ഇപ്പോൾ A2 A1 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും കുഴപ്പമില്ല, കാരണം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അതിനനുസരിച്ച് A2 A1 അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ സാധാരണ A2 പുതിയ ആവറേജും A1 ആദ്യത്തെ ആവറേജും എടുക്കാറ്. പക്ഷേ ഇവിടെ ആദ്യത്തെ ആവറേജ് 12.4ഉം പിന്നത്തെ ആവറേജ് 12ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വ്യത്യാസം ഇവിടെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ΔA എന്ന് എഴുതാം, അതായത് ആവറേജിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഇവിടെ ആവറേജിൻ്റെ വ്യത്യാസം എത്രയാണ്? 12.4ഉം 12ഉം. അപ്പോൾ വ്യത്യാസം 0.4 × W1 എന്ന് പറഞ്ഞാൽ ഇതുവരെ എടുത്ത വിക്കറ്റ്, അത് എത്ര നമുക്ക് അറിയത്തില്ല. A2 എന്ന് പറഞ്ഞാൽ പുതിയ ആവറേജ്, അത് 12. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് കളിയിലെടുത്ത വിക്കറ്റ്, അത് 5 - R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് കളിയിലെടുത്ത റൺസ് 26. അപ്പോൾ 12 5 60, 60 26 പോയി കഴിഞ്ഞാൽ 34. അപ്പോൾ നോക്കി, അപ്പോൾ ആദ്യം കിട്ടിയ പോലെ തന്നെ ആയില്ലേ. ഇനി W1 = 34/0.4. അപ്പോൾ അത് സോൾവ് ചെയ്ത് നമുക്ക് 85 നമുക്ക് ആൻസർ കിട്ടും. ഇനിയുള്ളത് അലിഗേഷനാണ്. അപ്പോൾ അലിഗേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണുന്നതിന് മുമ്പ് നമ്മൾ ഈ സാധാ ആവറേജിൻ്റെ ഇക്വേഷൻ, വെയ്റ്റഡ് ആവറേജിൻ്റെ ഇക്വേഷൻ, പിന്നെ അലിഗേഷൻ ഇക്വേഷൻ, ഇത്രയും നമ്മൾ ബോളിംഗ് ആവറേജുമായിട്ട് കമ്പയർ ചെയ്യണം. കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വെയ്റ്റഡ് ആവറേജ് വരുന്നത് എപ്പോഴാണ്? N1 സാധനങ്ങളുടെ ആവറേജ് A1, N2 സാധനങ്ങളുടെ ആവറേജ് A2. അപ്പോൾ N1 + N2 സാധനങ്ങളുടെ ആവറേജ് A ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ A കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ N1 A1 + N2 A2 / N1 + N2 A. ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാധനങ്ങളുടെ സമ്മ്, ഇത് രണ്ടാമത്തെ സാധനങ്ങളുടെ സമ്മ്, ഇത് ടോട്ടൽ എണ്ണം. ഇനി നമ്മൾ അലിഗേഷൻ എങ്ങനെ ചെയ്യുന്നത്? N1 സാധനങ്ങളുടെ ആവറേജ് A1, N2 സാധനങ്ങളുടെ ആവറേജ് A2, N1 + N2 സാധനങ്ങളുടെ ആവറേജ് A. ഇനി A2 നിന്ന് A കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് N1 കിട്ടും, Aയിൽ നിന്ന് A1 കുറച്ചാൽ നമുക്ക് N2 കിട്ടും. അപ്പോൾ ഈ A1ൻ്റെ A2ൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മുടെ A എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ
ഇവിടെ ആരാണോ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ N1 ആണ് കൂടുതലെങ്കിൽ ഈ എ എന്ന് പറയുന്നത് ഈ A1നോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ N2 ആണ് വലുതെങ്കിൽ ഈ നമ്മുടെ A2നോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ബോളിംഗ് ആവറേജിൻ്റെ കേസ് എടുക്കാം. ബോളിംഗ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത റൺസ് ബൈ നമ്മൾ എടുത്ത വിക്കറ്റ്. അപ്പോൾ റൺസ് ബൈ വിക്കറ്റാണ് നമ്മുടെ ബോളിംഗ് ആവറേജ്. അപ്പോൾ നമ്മൾ മേളിൽ N1ഉം N2 എടുത്തില്ലേ, N1ഉം N2 എടുത്തു, മേളിൽ A1ഉം A2 എടുത്തു. അതുപോലെ ബോളിംഗ് ആവറേജിൽ അലിഗേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ N1ഉം N2വിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? W ആണ് ഉപയോഗിക്കുന്നത്. കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ പ്ലെയർ W1 വിക്കറ്റും R1 റൺസും എടുത്തപ്പോൾ ബോളിംഗ് ആവറേജ് A1 ആയിരുന്നു. അതുപോലെ W2 വിക്കറ്റും R2 റൺസും എടുത്തപ്പോൾ ആവറേജ് A2 ആയിരുന്നു. ഇനി ഈ സംഭവത്തിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ അലിഗേഷനിൽ, സാധാ അലിഗേഷനിൽ N1 N2 A1 A2. അതുപോലെ ബോളിംഗ് ആവറേജിൻ്റെ അലിഗേഷൻ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ N1നും N2നും ഒരു എന്തിടണം? W1ഉം W2 ഇടണം. ശരിയല്ലേ? കാരണം സാധാ ആവറേജ് എന്ന് പറയുന്നത് സം ബൈ നമ്പറാണ്. ഇതിൻ്റെ അകത്ത് ഈ നമ്പരും ആവറേജും എടുത്താണ് നമ്മൾ അലിഗേഷൻ ചെയ്തത്. അപ്പോൾ ബോളിംഗ് ആവറേജ് വരുമ്പോൾ നമ്മൾ വിക്കറ്റും ആവറേജും എടുത്തോണം അലിഗേഷൻ ചെയ്യാൻ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ അലിഗേഷൻ എങ്ങനെ വരും? W1 വിക്കറ്റ് ഉണ്ടായിരുന്നപ്പോൾ ആവറേജ് A1, W2 വിക്കറ്റ് ഉണ്ടായിരുന്നപ്പോൾ ആവറേജ് A2, W1 പ്ലസ് W2 ടോട്ടൽ വിക്കറ്റ് എടുക്കുമ്പോൾ ആവറേജ് എന്ന് പറയുന്നത് A. ഇങ്ങനെയാണ് നമ്മൾ ഈ ബോളിംഗ് ആവറേജിൽ അലിഗേഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഈ അലിഗേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കി, ഈ ക്രിക്കറ്റ് ഗീവ്സ് 12.4 റൺസ് പെർ വിക്കറ്റ്. അതായത് ഇതുവരെ കളിച്ച മാച്ചുകളിലെ പുള്ളിയുടെ ബോളിംഗ് ആവറേജ് 12.4 റൺസാണ്. അതായത് ഇതുവരെ പുള്ളി എടുത്ത റൺസ് ബൈ ഇതുവരെ പുള്ളി എടുത്ത വിക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12.4 കിട്ടും. ഇനി ലാസ്റ്റ് പുള്ളി ഒരു മാച്ച് കളിച്ചു, അതിനകത്ത് പുള്ളി 26 റൺസ് കൊടുത്തു, 5 വിക്കറ്റ് എടുത്തു. അപ്പോൾ നോക്കി, അപ്പോൾ ലാസ്റ്റ് കളിയിൽ പുള്ളി കൊടുത്ത റൺസും പുള്ളി എടുത്ത വിക്കറ്റും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ലാസ്റ്റ് കളിയുടെ മാത്രം ബോളിംഗ് ആവറേജ് നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിച്ചുകൂടെ? പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലാസ്റ്റ് കളിയുടെ റൺസ് പെർ വിക്കറ്റ് 26 റണ്ണ് കൊടുത്തു, 5 വിക്കറ്റ് എടുത്തു. ചെയ്ത ആവറേജ് എത്ര കിട്ടും? 5 5 25, പിന്നെ 1 പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ 5.2 എന്ന് കിട്ടും. അപ്പോൾ നോക്കി, ഇതുവരെ കളിച്ച കളിയുടെ റൺസ് ബൈ വിക്കറ്റ് ചെയ്ത് നമുക്ക് 12.4 കിട്ടും. അതായത് ലാസ്റ്റ് വരെ കളിച്ച കളിയുടെ ബോളിംഗ് ആവറേജ് ഉണ്ട്, ലാസ്റ്റ് കളിയുടെ ബോളിംഗ് ആവറേജ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്കി, ആൻഡ് ടേക്സ് 5 വിക്കറ്റ് ഇൻ എ മാച്ച് ആഫ്റ്റർ വിച്ച് ഹിസ് ആവറേജ് ബിക്കംസ് 12 പെർ വിക്കറ്റ്. അതായത് ലാസ്റ്റ് മാച്ചും കൂടെ ചേർത്തപ്പോൾ പുള്ളിയുടെ ആവറേജ് 12 പെർ വിക്കറ്റായി. അതായത് നോക്കി, ഇതുവരെ കളിച്ച കളിയുടെ ആവറേജ് 12.4, ലാസ്റ്റ് കളിയുടെ ആവറേജ് 5.2. രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ടോട്ടൽ ആവറേജ് എത്രയായി? 12 ആയി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് A1 ഉണ്ട്, A2 ഉണ്ട്, A ഉണ്ട്. ക്ലിയർ ആയോ? ഇനി നമുക്ക് അലിഗേഷൻ ഇടാം. ഇനി അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ, നമ്മുടെ സാധാ ആവറേജ് ഇട്ട് അലിഗേഷൻ ചെയ്യുമ്പോൾ നമ്മൾ N1ഉം N2 എടുക്കുന്നത്. അതായത് നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് സം ബൈ നമ്പറാണ്. അപ്പോൾ ഈ നമ്പരും ആവറേജും എടുത്ത് നമ്മൾ സാധാ അലിഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ ബോളിംഗ് ആവറേജ് ഇട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബോളിംഗ് ആവറേജിൽ റൺസ് ബൈ വിക്കറ്റാണ് ആവറേജ്. അപ്പോൾ സാധാ ആവറേജിൽ നമ്പരും ആവറേജ് എടുത്ത പോലെ ഇവിടെ എന്താ ചെയ്യണ്ടേ? വിക്കറ്റും ആവറേജും എടുക്കണം. അപ്പോഴാണ് നമുക്ക് അലിഗേഷൻ കിട്ടുക. എങ്ങനെയാണെന്ന് നോക്കാം. W1 വിക്കറ്റ് ഉള്ളപ്പോൾ ആവറേജ് A1, W2 വിക്കറ്റ് ഉള്ളപ്പോൾ ആവറേജ് A2. 2 വിക്കറ്റും കൂടെ കൂട്ടുക. അതായത് ടോട്ടൽ വിക്കറ്റ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള മാച്ചസ് എല്ലാം കൂടെ എടുക്കുമ്പോൾ ഉള്ള ആവറേജ് A. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനുള്ള സംഭവം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കി, ആദ്യത്തെ ഇത് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്ന മാച്ചിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുവരെ എടുത്ത വിക്കറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് നമുക്ക് W1 തന്നെ ഇടാം. അപ്പോൾ W1 വിക്കറ്റ് ഉണ്ടാകുമ്പോൾ ആവറേജ് 12.4. ഇനി W2 വിക്കറ്റ്, അതായത് ലാസ്റ്റ് മാച്ചിൽ എത്ര വിക്കറ്റ് ഉണ്ടായിരുന്നു? 5 വിക്കറ്റ്. ആ 5 വിക്കറ്റ് എടുത്തപ്പോൾ ആവറേജ് എത്രയാണ്? 5.2. ഇനി ഇതുവരെ ഉള്ളതും ലാസ്റ്റത്തെ മാച്ചും എല്ലാം കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ ആവറേജ് എത്രയാണ്? 12. അത് നമ്മൾ നടുക്ക് എഴുതും. ഇനി നോക്കി, ഇവിടെ 12.4, ഇവിടെ 5.2. രണ്ടിനിടയ്ക്കല്ലേ 12 കൊടുക്കുന്നത്. ഇനി 12.4 നിന്ന് 12 കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ സാധനം കിട്ടണം. 12.4 നിന്ന് 12 കുറച്ച് എത്രയാണ്? 0.4. അപ്പോൾ നോക്കി, 5 എന്ന് പറയുന്നത് 0.4. ഇനി 12 നിന്ന് 5.2 കുറച്ചാൽ എത്ര കിട്ടും? 12 നിന്ന് 5 പോയി കഴിഞ്ഞാൽ 7, 7 നിന്ന് 0.2 പോയി കഴിഞ്ഞാൽ 6.8. അപ്പോൾ 0.4 എന്ന് പറയുന്നത് 5. അപ്പോൾ 6.8 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഓക്കെ, 0.4 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 6.8 എത്ര കിട്ടാൻ വേണ്ടിയിട്ട് 5/0.4 × 6.8 ചെയ്യാം.
മേളിലും താഴെ 10 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് പോകും. പിന്നെ 4 മേളിലേക്ക് ഗുണിക്കുക. 1 4 4 2 7 17 × 5 ചെയ്ത് എത്ര കിട്ടും? 85 എന്ന് കിട്ടും നമ്മുടെ W1. കണ്ടോ? അത് തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ കിട്ടിയത്. ക്ലിയറായി അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ അലിഗേഷൻ ചെയ്യുമ്പോൾ ബോളിംഗ് ആവറേജിൽ വിക്കറ്റും ആവറേജ് എടുത്തിട്ട് അലിഗേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. ഇനി നമ്മുടെ റേഷ്യോയിൽ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ 2 നമ്പറുണ്ട്, എയും ബിയും. അപ്പോൾ A/B റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3/5 എന്ന് കിട്ടും. ഇനി ഞാൻ എയിൽ നിന്ന് ഒരു 9 കുറച്ചു, ബിയിൽ നിന്ന് 9 കുറച്ചു. ഇപ്പോൾ എനിക്ക് റേഷ്യോ കിട്ടുന്നത് 12/23. ഇനി ഇതിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണ ഗതി നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ A 3x എടുക്കും, B 5x എടുക്കും, അത് ഇവിടെ ഇട്ട് കൊടുക്കും, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻസർ കണ്ടുപിടിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കുക. എയും ബിയും. A ആദ്യം 3 ആണ്, B ആദ്യം 5 ആണ്. അപ്പോൾ A/B റേഷ്യോ 3:5. ഇനി എയിൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ നമുക്ക് 12 കിട്ടും, ബിയിൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 23 കിട്ടും. ആ റേഷ്യോ ഇവിടെ എഴുതുക, 12:23. അപ്പോൾ എപ്പോഴും വലിയ റേഷ്യോ മേളിൽ എഴുതുക. 3/5 ആയിരുന്നു ആദ്യം, അതിൽ നിന്ന് 9 രണ്ടിടത്ത് നിന്ന് കുറയ്ക്കുമ്പോഴല്ലേ ഈ റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ വലിയ റേഷ്യോ മേളിൽ എഴുതുക, ചെറിയ റേഷ്യോ താഴെ എഴുതുക. ഇനി വ്യത്യാസം എഴുതുക. A ആദ്യം 3, ഇപ്പോൾ A 12. എയിൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്? 9 കുറച്ചപ്പോഴല്ലേ കിട്ടിയത്. അതുപോലെ ബിയുടെ വ്യത്യാസം എഴുതുക. ആദ്യം 5 ആയിരുന്നു, പിന്നെ അതിൽ നിന്ന് 9 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 23 കിട്ടുന്നത്. ആ 9 ഇവിടെ എഴുതുക. ഇനി ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വ്യത്യാസം എടുക്കുക. 3 × 23 ചെയ്ത് കഴിഞ്ഞാൽ 69 എന്ന് കിട്ടും. 12 × 5 60 കിട്ടും. രണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 9 അല്ലേ, ഈ കിട്ടും. ഇനി ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വ്യത്യാസം എടുക്കുക. 12 × 9 ചെയ്ത് കഴിഞ്ഞാൽ 12 9. 23 × 9 ചെയ്താൽ 23 × 9. വ്യത്യാസം എടുത്താൽ എത്ര കിട്ടും? 23 9 നിന്ന് 12 9 കുറയ്ക്കുക. അപ്പോൾ 11 9 എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ 9 = 11 × 9, 9 9 പോയി. അപ്പോൾ 1 = 11 എന്ന് കിട്ടി. അതായത് ഈ മേളിൽ കിടക്കുന്ന റേഷ്യോയിലെ ആ റേഷ്യോയുടെ 1 റേഷ്യോ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 1 11 ആണെങ്കിൽ 3 എന്ന് പറയുന്നത് 33, 5 എന്ന് പറയുന്നത് 55. ഇതാണ് നമ്മുടെ എയും ബിയും. ഇനി ശരിയല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ A/B റേഷ്യോ എടുത്ത് നമുക്ക് 3/5 കിട്ടുമോ നോക്കി. 33/55 ചെയ്ത് കഴിഞ്ഞാൽ 3/5 കിട്ടും. ഇനി എയിൽ നിന്ന് 9 കുറച്ച് ബിയിൽ നിന്ന് 9 കുറച്ച് റേഷ്യോ എടുത്താൽ 12/23 കിട്ടുമോ? എയിൽ നിന്ന് 9 കുറച്ചാൽ 24 എന്ന് കിട്ടും, ബിയിൽ നിന്ന് 9 കുറച്ചാൽ 46 എന്ന് കിട്ടും. റേഷ്യോ എടുത്തേ 12/23. മനസ്സിലായി എങ്ങനെയാണ്? ഈ സംഭവം നമ്മൾ ഇനി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകും. അപ്പോൾ നോക്കുക, നമ്മുടെ ആദ്യത്തെ ആവറേജ് 12.4. അതായത് ആദ്യം നമ്മളെടുത്ത റൺസ് ബൈ നമ്മുടെ വിക്കറ്റ് റേഷ്യോ എടുത്ത് നമുക്ക് 12.4 എന്ന് കിട്ടും. അപ്പോൾ 6 12.4. അപ്പോൾ W1. ഇനി നമ്മൾ ലാസ്റ്റത്തെ മാച്ചും കൂടെ ഇതിനോട് കൂട്ടുക. അതായത് ഈ 6ൻ്റെ ഒപ്പം നമ്മൾ 26 കൂട്ടി, W-ൻ്റെ ഒപ്പം നമ്മൾ 5 കൂട്ടി. അപ്പോൾ നമ്മുടെ ആവറേജ് എത്രയായി? 12 ആയി. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇത് ലാസ്റ്റ് മാച്ച് വരെയുള്ളതിൻ്റെ റേഷ്യോ. ഇത് ലാസ്റ്റ് മാച്ച് വരെയുള്ളതിൻ്റെ കൂടെ ലാസ്റ്റും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന റേഷ്യോ. അപ്പോൾ ഇവിടെ 6 + 26 12. അപ്പോൾ W+5 എന്ന് പറയുന്നത് 1. ഇനി നമ്മുടെ ആദ്യത്തെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ ഒന്ന് ആലോചിച്ച് നോക്കി. R/W റേഷ്യോ എടുത്തപ്പോൾ 12.4:1 ആയിരുന്നു. ഇനി 6ന് 26 കൂട്ടി, W-ൻ്റെ ഒപ്പം 5 കൂട്ടി. അപ്പോൾ റേഷ്യോ 12/1 ആയി. അപ്പോൾ നമുക്ക് R W കണ്ടുപിടിക്കാം. നോക്കി, ഇവിടെ വലിയ റേഷ്യോ ഏതാ? ഇതല്ലേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എഴുതും, R/W. 6 12 W1. ഇനി രണ്ടാമത് റേഷ്യോ 12.4 1. വ്യത്യാസം എത്രയാണ്? 6ൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 26, W-ൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 5. ഇനി ക്രോസ് ചെയ്യുക. 12 × 1 നിന്ന് 12.4 × 1 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.4 എന്ന് കിട്ടും വ്യത്യാസം. ഇനി അതിൽ ഇവിടെ ക്രോസ് ചെയ്തിട്ട് ഡിഫറൻസ് എടുക്കുക. 12.4 × 5 ചെയ്ത് എത്ര കിട്ടും? 12 × 60, 60ഉം 2ഉം 62 എന്ന് കിട്ടും. ഇനി 62 നിന്ന് 26 കുറയ്ക്കുക. 62 നിന്ന് 26 കുറച്ച് എത്രയാണ്? 62 നിന്ന് 20 പോയി കഴിഞ്ഞാൽ 42, 42 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 36. അപ്പോൾ 0.4 എന്ന് പറഞ്ഞാൽ 36. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36/0.4. അതായത് 360/4, 4 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിക്കറ്റ് കിട്ടി 90. അപ്പോൾ 12:1 ഈ W കിട്ടി 90. ഈ 12:1 എന്ന് പറഞ്ഞാൽ ഏതാ? രണ്ടാമത്തെ അല്ലേ. അതായത് ഇവിടെ നമുക്ക് വിക്കറ്റ് കിട്ടി 90. ഇവിടുത്തെ വിക്കറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ വിക്കറ്റിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ കിട്ടുന്ന വിക്കറ്റ് അല്ലേ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ 12:1 ഇല്ലേ, ഇത് ലാസ്റ്റത്തെ മാച്ചിൻ്റെയും കൂടെ കൂട്ടിയ ടോട്ടൽ അതിൻ്റെ റേഷ്യോ ആണ് ഈ 12:1. അപ്പോൾ ഇതിനകത്ത് ഈ 1 എന്ന് പറയുന്നത് W+5 ആണ്. അതായത് വിക്കറ്റിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ കിട്ടുന്ന സാധനമാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ വിക്കറ്റിൻ്റെ കൂടെ, അതായത് ലാസ്റ്റ് മാച്ച് വരെയുള്ള
വിക്കറ്റിൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ നമുക്ക് 90 കിട്ടും. അപ്പോൾ ലാസ്റ്റ് മാർക്കിൻ്റെ വിക്കറ്റ് എത്രയാണ്? 85 അല്ലേ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതായിരുന്നല്ലോ നമ്മുടെ ആൻസർ. ക്ലിയറായി എങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ കൂടെ നമുക്ക് ഈ ബോളിംഗ് ആവറേജ് ക്വസ്റ്റ്യൻസ് ഒരുപാട് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ മെത്തേഡും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഏത് മെത്തേഡാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത് അതിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം.